السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على سيدنا محمد وعلى آله وصحبه أجمعين. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, 9ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. പ്രബോധന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല പീഡനങ്ങളും അനുഭവിക്കുന്നുണ്ട്. നോ പെയിൻ നോ ഗെയിൻ എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ. വേദന അനുഭവിക്കാതെ ഒരു വിജയവും നേടുക സാധ്യമല്ല. ഇന്നത്തെ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും അനുഭവിച്ച പീഡനങ്ങളുടെ കഥകളാണ് നാം ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രസ്തുത ചരിത്ര ശകലങ്ങളിൽ നിന്ന് ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കണം എന്ന കാര്യവും നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിൻ്റെ വ്യാപനം ലോക ജനതക്കാകമാനം വെളിച്ചമായിരുന്നു. ആ വെളിച്ചം സാധ്യമായത് പ്രവാചകനും അവിടുത്തെ അനുയായികളും പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചപ്പോഴാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആര് നന്മ ചെയ്യുകയാണെങ്കിലും അവർ ശത്രുതയ്ക്ക് വിധേയരാവാറുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. നന്മയുടെ പ്രചാരണം ഇങ്ങനെ പ്രയാസകരമാകുന്നത് അത് നിലനിൽക്കുന്ന ആചാരങ്ങളോട് സംഘട്ടനം നടത്തുന്നത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻദിർ ആശീറതകൽ അഖ്റബീൻ എന്ന സൂക്തം ഇറങ്ങിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കുടുംബക്കാരെ വിളിച്ച് സൽക്കരിക്കുകയും അവർക്ക് പ്രബോധനം നടത്തുകയും ചെയ്ത കഥകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണല്ലോ. അതുപോലെ തന്നെ ജനങ്ങളോടാകമാനം പ്രബോധനം നടത്താനായി ഫസ്ദഅ ബിമാ തുഅ്മറു വഅഅരിദ് അനിൽ മുശ്രിക്കീൻ എന്ന സൂക്തം ഇറങ്ങുന്നുണ്ട്. ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പദം ഫസ്ദഅ എന്നാണ്. എന്താണ് ഫസ്ദഅ എന്ന പദത്തിനർത്ഥം? അശ്ശഖു ഫിശ്ശൈഇ സുൽബി, അഥവാ ഉറച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു വസ്തു വെട്ടിപ്പൊളിക്കുക എന്നൊക്കെയാണ് ഫസ്ദ എന്ന പദത്തിനർത്ഥം. ചുമരിലൊക്കെ വിള്ളലുണ്ടാകുകയാണെങ്കിൽ ഈ പദമാണ് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫസ്ദ ബിമാ തുഅ്മറു ഈ ഒരു പദം കൊണ്ട് പ്രബോധനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധനം ചെയ്യാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം വന്നത് സത്യനിഷേധികളുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ തകർത്തു തരിപ്പണമാക്കി അവിടെ ഇസ്ലാമിൻ്റെ വെളിച്ചം വിതറാനാണ്. അവർ കാലങ്ങളായി അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങൾ തകർക്കുമ്പോൾ വേദനിക്കുന്നത് സ്വാഭാവികമാണ്. അത്ര പെട്ടെന്നൊന്നും തങ്ങൾ ഇതുവരെ അനുഷ്ഠിച്ചിരുന്നത് തെറ്റായ കാര്യങ്ങളാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവില്ല. അതുകൊണ്ടാണ് പ്രവാചകർ ഇസ്ലാം മതവുമായി അല്ലെങ്കിൽ ഇസ്ലാമിക തത്വങ്ങളുമായി വരുമ്പോഴൊക്കെ സമൂഹവുമായി ശക്തമായ സംഘട്ടനത്തിൽ ഏർപ്പെടേണ്ടി വരുന്നത്. ഖുർആനിൽ ഒന്നിലധികം തവണ മക്ക മുശ്രിക്കുകളെ ഉദ്ധരിച്ച് പറയുന്ന ഒരു സൂക്തമുണ്ട്. വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് എന്താണോ അതിനെ കൈയൊഴിയാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഈ സൂക്തത്തിൽ മക്ക മുശ്രിക്കുകൾ പറയുന്നത്. അവർക്ക് പരിചിതമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ സ്വീകരിക്കാൻ പ്രയാസം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്തരം ആചാരങ്ങളെ തകർക്കുക അല്ലെങ്കിൽ വെട്ടിപ്പൊളിക്കുക എന്ന പദം കൊണ്ട് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഋജുവായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുമ്പോൾ, പ്രബോധനം ചെയ്ത് നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായി മക്ക മുശ്രിക്കുകൾ പല അടവുകളും സ്വീകരിക്കുന്നുണ്ട്. അവർ ശാരീരിക പീഡനത്തോടൊപ്പം തന്നെ തന്ത്രപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വശീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയ അബൂ താലിബിൻ്റെ പക്കലെത്തി മക്കയിലെ ഖുറൈശി നേതാക്കൾ പറഞ്ഞു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറാൻ താങ്കൾ അവരോട് പറയണം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. നമുക്കറിയാമല്ലോ, അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം പ്രിയപ്പെട്ട വ്യക്തിയാണ്. ആരോരുമില്ലാത്ത സന്ദർഭങ്ങളിൽ തൻ്റെ കാര്യം ഏറ്റെടുത്തവരാണവർ. സ്വാഭാവികമായി പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മർദ്ദത്തിലാകും, പ്രതിരോധത്തിലാകും. ഇതാണ് മക്ക മുശ്രിക്കുകൾ കണക്ക് കൂട്ടിയത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം അവർ കണക്ക് കൂട്ടിയതിനും അപ്പുറത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അമ്മ വല്ലാഹി ലൗ വളഉ അശ്ശംസ ഫീ യമീനി വൽ ഖമറ ഫീ ശിമാലി അല അൻ അത്റുക ഹാദൽ അംർ ഹത്താ യുദ്ഹിറഹു അല്ലാഹ് ഔ അഹ്ലിക ഫീഹി മാ തറക്തുഹു. അവർ എൻ്റെ വലത് കയ്യിൽ സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രനും തന്നാൽ പോലും ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്. ഇത് നമുക്ക് വലിയ വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമതായി, നമുക്ക് ബോധ്യപ്പെട്ട സത്യം സമൂഹത്തോട് വിളിച്ചു പറയാൻ ഒരു വൈയക്തിക ബന്ധവും തടസ്സമാവരുത്. സത്യത്തിന് മാത്രമാണ് വില കൽപ്പിക്കേണ്ടത്. സത്യം മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ. അത് ആ ഒരു വലിയൊരു തത്വം ഈ ഒരു ചരിത്ര സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബൂ താലിബായിട്ടും മഹാനായ പ്രവാചകർ ഒരിക്കലും തൻ്റെ നിലപാടിൽ നിന്ന്, അല്ലെങ്കിൽ അതിൽ ചെറിയൊരു അയവ് വരുത്താൻ പോലും തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരിക്കൽ വലീദ് ഇബ്നു മുഗീറ പോലുള്ള ഖുറൈശി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾ താങ്കളുടെ ദൈവത്തെ ആരാധിക്കാം, അടുത്ത ദിവസം താങ്കൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക. ഇങ്ങനെ ഒരു ഫോർമുല അവർ മുന്നോട്ട് വെച്ചു. അപ്പോഴാണ് സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങിയത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്ത് ഇറങ്ങിയത് ആ സന്ദർഭത്തിലാണ്. ഈ ഒരു സൂറത്തിൽ കട്ടാൻട്രിയായിട്ട് ഒരിക്കലും നിങ്ങളുടെ മതവുമായി ഒത്തുപോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. യാതൊരു സംശയവുമില്ലാത്ത വിധം വ്യക്തമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെയുള്ള മക്ക മുശ്രിക്കുകളുടെ സോപ്പിംഗ് ഒരു വശത്ത് അരങ്ങേറുമ്പോഴും പ്രവാചകർക്കെതിരെ അവർ ക്രൂരമായ അതിനിഷ്ഠൂരമായ ആക്രമണത്തിന് പരിശ്രമിക്കുന്നുണ്ട്. അവർ ആക്രമണം നടത്തുന്നുണ്ട്. തൊബരി ഇമാം ഉദ്ധരിക്കുന്ന, അല്ലെങ്കിൽ പ്രമുഖമായിട്ടുള്ള പല പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്ന ഏതാനും ചില കഥകൾ മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമയം വളരെ പരിമിതമാണല്ലോ. ആ ഒരു ചരിത്ര സംഭവത്തിലൂടെ, ഇത്തരത്തിലുള്ള ചെറിയ ചരിത്രത്തിലൂടെ നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകരും അനുയായികളും അനുഭവിച്ച പീഡന കഥകൾ മുഴുവനായും മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബയുടെ അടുത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ഉഖബത്ത് ഇബ്നു അബി മുഅയ്ത്ത് വന്നു. فوضع ثوبه في عنقه فخنقه خنقا شديدا فأقبل أبو بكر حتى أخذ بمنكبه. അങ്ങനെ ഒരു വസ്ത്രം കഴുത്തിൽ ചുറ്റി ഫഖനഖഹു ഖൻഖൻ ഷദീദൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പ്രയാസമാണ് അനുഭവിക്കുന്നത്. ഇതൊക്കെ വായിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. കഴുത്തിൽ വസ്ത്രം ചുറ്റി ഇങ്ങനെ പിടിച്ച് വലിച്ച് മുറുക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫഅഖ്ബല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അപ്പോൾ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിച്ചത്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ വധിക്കാൻ നിൽക്കുന്നത്. എന്ത് തെറ്റാ ചെയ്തത്? അള്ളാഹു ആണ് ഏകൻ എന്ന ഒരു കാര്യം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്. അതിൻ്റെ പേരിലാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ അവർ അയച്ചുവിട്ടിരുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു, ഇതും പല പ്രമുഖ ഗ്രന്ഥങ്ങളിലും വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാല, അറുത്ത ഒട്ടകത്തിൻ്റെ കുടൽമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് എന്ന് മാത്രമല്ല, ഫളഹിഖു ഹത്താ മാല ബഅദുഹും ഇലാ ബഅദി മിനൽ ലഹഖി. പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര ക്രൂരമാണത്.
ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ശരീരത്തിലേക്ക് വന്നിടുകയും ഇത് കണ്ട് അവരൊക്കെ ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പുത്രിയായിരുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഓടി വന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് ഇതെടുത്തു മാറ്റിയത്. എത്രത്തോളം വേദനാജനകമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയത് എന്ന് ഇത്തരത്തിലുള്ള ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇങ്ങനെയുള്ള ക്രൂരമായ പീഡനങ്ങളാണ്, അതിനിഷ്ഠൂരമായിട്ടുള്ള പീഡനങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചത്. ഇതിന് സമാനമായിട്ടുള്ള പീഡനങ്ങൾ അന്നത്തെ അനുചരന്മാരും അനുഭവിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും ഒന്നിച്ച് കരയുമാറ് മക്ക മുഷ്രിക്കുകളുടെ ക്രൂര വിനോദങ്ങൾ അഭംഗുരം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഉദ്വേഗജനകമായ കഥകൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് 30 ദിവസവും പറയാനുണ്ടാകും. 30 ദിവസം പറഞ്ഞാലും തീരുകയില്ല. നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ ക്രൂരമായ പീഡനത്തിന് വിധേയരായ ഹബ്ബാബ് ബിൻ അറത്ത് എന്ന ഒറ്റ സഹാബിയുടെ ജീവചരിത്രം വ്യത്യസ്ത ആംഗിളിലൂടെ പരിശോധിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിലൂടെ അത്തരം ചരിത്ര പഠനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ അതിന് സമാനമായിരുന്നു അന്നത്തെ സാഹചര്യങ്ങൾ എന്ന് നമുക്ക് മറ്റുള്ളതുമായി താരതമ്യം ചെയ്യാനും സാധിക്കും. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. മക്കയിലെ കൊല്ലപ്പണി ചെയ്തിരുന്ന ഒരു യുവാവായിരുന്നു ഹബ്ബാബ് ബിൻ അറത്ത് എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥ ഉമ്മു അൻമാർ അൽ ഖുസാഇയ്യ എന്ന സ്ത്രീയായിരുന്നു. ഇവർ ആയുധങ്ങൾ നിർമ്മിച്ച്, കൊല്ലപ്പണി ചെയ്ത് ആയുധങ്ങൾ നിർമ്മിച്ച് ആ ആയുധങ്ങൾ കച്ചവടം ചെയ്യലായിരുന്നു ഈ ഉടമസ്ഥയുടെ ഉമ്മു അമ്മാറിൻ്റെ ജോലി. ഒരിക്കലും ഇവർ മുസ്ലിം ആയതിൻ്റെ പേരിൽ ഈ സ്ത്രീ അവിടെ വെച്ച് കൊല്ലപ്പണി ചെയ്യുന്ന ആ സ്ഥലത്ത് വെച്ച് ചുട്ടുപഴുത്ത ഒരു ദണ്ഡെടുത്ത് ഹബ്ബാബ് ബിൻ അറത്തിനെ ശിക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ദേഹത്ത് പൊള്ളലേൽപ്പിച്ചു. അദ്ദേഹത്തിന് വല്ലാതെ വേദന അനുഭവിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു മൻസുർ ഹബ്ബാബൻ എന്ന് ദുആ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയായിരിക്കെ ഒരിക്കൽ ആ സ്ത്രീക്ക് ഉമ്മു അൻമാറിന് ഒരു അസുഖം പിടിപെട്ടു. ശുനകന്മാരെ പോലെ ഇങ്ങനെ ശബ്ദിക്കുന്ന ഒരു അസുഖമായിരുന്നു അതെന്ന് ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ അതിന് പരിഹാരമായി അന്നത്തെ ഭിക്ഷുക്കന്മാർ അവരോട് സൂചിപ്പിച്ചത് ഈ ഒരു ശരീരത്തെ പൊള്ളലേൽപ്പിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഹബ്ബാബ് ബിൻ അറത്തിനടുത്ത് വന്ന് അവർക്ക് ആ ഒരു ചികിത്സ തേടേണ്ടി വന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. ആക്രമിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനിടയിൽ മറകളില്ല എന്ന പ്രവാചക വചനമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു പ്രയോഗമുണ്ട്. അതാണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ മുആദൻ ഇലൽ യമൻ ഫഖാൽ ഇത്തഖി ദഅവത്തൽ മദ്ലൂം ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന പ്രത്യേകം സൂക്ഷിക്കണം. കാരണം ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനക്കും അള്ളാഹുവിനുമിടയിൽ മറകളില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അഥവാ ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഓൺ ദ സ്പോട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ചരിത്ര സംഭവം നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും. ഒരിക്കൽ അബൂലഹബിൻ്റെ മകനായിരുന്ന ഉത്ബത്ത് ബിൻ അബീ ലഹബ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരമായി പീഡിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബം മിൻ കിലാബിക്. ഇതിനർത്ഥം ഏതെങ്കിലും ഒരു കൽബ് എന്ന് പറഞ്ഞാൽ ശുനകനാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ശുനകനെ കൊണ്ട് ഇവനെ ആക്രമിക്കണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. ഇവർക്കൊക്കെ നമ്മൾ ഇതിന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ചാൽ അത് ഉത്തരമുണ്ടാകുമെന്ന്, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുമെന്ന് അവർക്കൊക്കെ അറിയായിരുന്നു. ഈ ഉത്ബത്ത് ബിൻ അബീ ലഹബ്
ഇദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാൽ അത് എന്തായാലും നടക്കും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രാർത്ഥന അദ്ദേഹം കേൾക്കുകയും അദ്ദേഹത്തിന് ഇത് പുലരുമോ എന്ന് നല്ല ഭയം ഉണ്ടായിരുന്നു. എവിടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. അങ്ങനെ അവർ ഷാമിലേക്കുള്ളൊരു യാത്രയിൽ അവർ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ പ്രവാചകർ എനിക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് പേടിക്കണ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവർ ചുറ്റുവട്ടത്തും അവർ സംരക്ഷണം ഒരുക്കിയാണ് കിടന്നത്. അതുപോലെ തന്നെ അവരുടെ പക്കലുള്ള ചരക്കുകളൊക്കെ അവിടെ വെക്കുകയും ചെയ്തു. പിന്നെ ഒന്നും ഒരു ജീവികൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ. പക്ഷേ ഇങ്ങനെയൊക്കെ സംരക്ഷണം ഉണ്ടായിട്ടും ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രകാരം ഒരു വന്യജീവി വരികയും അദ്ദേഹത്തെ കടിച്ചു കൊല്ലുകയും ചെയ്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ച് ആ ഒരു അക്രമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പ്രയാസപ്പെട്ട് അള്ളാഹുവിനോട് പറഞ്ഞതാണ്, അല്ലാഹുമ്മ സല്ലിത്ത് അലൈഹി കൽബൻ മിൻ കിലാബിക്ക്. ആ ഒരു പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അതേപോലെ തന്നെ പുലരുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ, മറ്റുള്ളവരോട് ക്രൂരതകൾ കാണിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആ ഒരു പ്രയാസ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയെ ശരിക്ക് ഭയപ്പെടേണ്ടതാണ്. ഏതായാലും നമ്മൾ ഇത്തരത്തിലുള്ള നിരവധി കഥകൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒക്കെ കൂടി പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. അവരുടെ പീഡനങ്ങൾ എത്രത്തോളം തീവ്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് വല്ലാതെ ഇങ്ങനെയുള്ള പീഡനങ്ങൾ അധികരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഷക്കൗന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുതവസ്സിദുൻ ബുർദതൻ ലഹു ഫീ ളില്ലിൽ കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞു, ഖുൽനാ ലഹു അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ മറുപടി, ഈ ഒരു മറുപടിയിൽ നിന്ന് ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എത്രത്തോളം പ്രയാസം അനുഭവിച്ചാണ് അവർ ജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാന റജുലു ഫീമൻ ഖബ്ലകും യുഹ്ഫറു ലഹു ഫിൽ അർദ് ഫയുജഅലു ഫീഹി ഫയുജാഉ ബിൽ മിൻശാരി ഫയുളഉ അലാ റഅസിഹി ഫയുശഖു ബിസ്നതൈൻ. ഇതിനു മുമ്പ് മുസ്ലിമായവരൊക്കെ മുൻകഴിഞ്ഞ കാലങ്ങളിൽ ചിലരെ ഭൂമിയിൽ കുഴിച്ചിട്ട് ഈർച്ചവാൾ കൊണ്ടുവന്ന് പച്ചക്ക് രണ്ടായി കീറുമായിരുന്നു. ഇത്രയും ക്രൂരമായിട്ടുള്ള വിനോദം. വമായ സുദ്ദുഹൂദാലി കാന്തിനിഹി, എന്നിട്ടും അവർ അവരുടെ മതത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. വയും ഷദുബി അംഷാത്തിൽ ഹദീദി മാദൂന ലഹ്മിഹി മിൻ അളമിൻ ഔ ആസബിൻ, ഈ ശരീരത്തിൽ നിന്ന് ഇറച്ചികളൊക്കെ, എല്ല് ബാക്കി വെച്ച് ഇറക്കികളൊക്കെ ഇങ്ങനെ ഈർന്നെടുക്കുമായിരുന്നു. വമായ സുദ്ദുഹൂദാലി കാന്തിനിഹി, അതും അവരുടെ ദീനിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംർ ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹളറമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ് അവി ദിഅബ അലാ ഗനബിഹി വലാകിന്നകും തസ്തഅജിലൂൻ. ഈ ഒരു ദീൻ, അള്ളാഹുവിൻ്റെ ഈ ഒരു ദീൻ പുലരുക തന്നെ ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ ധൃതി കൂട്ടരുത് എന്ന്. ഈ ഒരു ചരിത്രത്തിൽ നിന്ന്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു മറുപടിയിൽ നിന്ന് ആദ്യകാലത്തെ മുസ്ലിങ്ങൾ എത്രത്തോളം പ്രയാസമാണ് അനുഭവിച്ചത് എന്ന് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം ഉണ്ടായത് എന്ന് നമ്മൾ നിരന്തരമായി ഓർക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ഇസ്ലാമിനോടൊക്കെ അർഹിക്കുന്ന ഒരു വില നൽകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ആദ്യകാലത്ത് സഹാബാക്കൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു തആല അൻഹു ഖബ്ബാബിന് അറുത്ത് വന്ന സന്ദർഭത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ സദസ്സിലേക്ക് വിളിക്കും. എന്നിട്ട് പറയും, അന്ന് അനുഭവിച്ച പീഡനത്തിൻ്റെ അടയാളങ്ങളൊക്കെ അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. ജനങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറയും. കാരണം അവരതൊക്കെ മനസ്സിലാക്കട്ടെ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇസ്ലാം ഇവിടെ നിലനിർത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ആദ്യകാല മുസ്ലിങ്ങൾ ഈ ഒരു ഇസ്ലാമിനെ ഇവിടെ നിലനിർത്തിയത്. ഇങ്ങനെയുള്ള പല പീഡനങ്ങളും പല പ്രയാസങ്ങളും ഇന്നും നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അതിനെയൊക്കെ തരണം ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം. നമ്മൾ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
അള്ളാഹുവിൻ്റെ പരീക്ഷണം ഇങ്ങനെ പീഡനങ്ങളിലൂടെ മാത്രമായിക്കൊള്ളണമെന്നില്ല, ശാരീരിക പീഡനങ്ങളിലൂടെ മാത്രമായിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാവുക നന്മയിലൂടെയുമായിരിക്കും. ഖുർആൻ പറഞ്ഞത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന എന്നാണ്. നന്മ തന്നും തിന്മ തന്നും അള്ളാഹു പരീക്ഷിക്കാതിരിക്കൂല. കാരണം ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ എന്നാണ് പറയുന്നത്. അഥവാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി, സൃഷ്ടിച്ചത് തന്നെ പരീക്ഷിക്കാനാണ്. അപ്പോൾ നമ്മൾ പരീക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതൊരു പക്ഷേ ഇങ്ങനെ പീഡനങ്ങൾ സഹിച്ചു കൊണ്ടായിരിക്കും. ഇന്നങ്ങനെ പീഡനങ്ങളും നമ്മൾ വല്ലാതെ സഹിക്കുന്നില്ല. നമ്മൾക്ക് ഇന്ന് വല്ലാതെ സുഭിക്ഷതയുടെ കാലഘട്ടമാണ്, നമ്മൾ അനുഗ്രഹത്തിലാണ്. അപ്പോൾ ഈ ഒരു അനുഗ്രഹവും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അതാണ് ഖുർആൻ പറയുന്നത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഈ ഒരു അനുഗ്രഹങ്ങളിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക, അള്ളാഹുവിനെ മറക്കാതിരിക്കുക. അതാണ് ഇന്നത്തെ പരീക്ഷണം. അപ്പോൾ പരീക്ഷണം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. അത് ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിലും ഉണ്ട്, ഇന്നുണ്ട്, ഏത് കാലഘട്ടത്തിലും ഉണ്ട്. അതിൻ്റെ രൂപം വ്യത്യസ്തമായിരിക്കും. അന്നത് പീഡനങ്ങളായിരുന്നുവെങ്കിൽ ഇന്നത് സൗഖ്യങ്ങളായിരിക്കും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ പരീക്ഷണം അതുപോലെ തന്നെ നമ്മൾ നേരിടാൻ സന്നദ്ധരാവുകയും ചെയ്യണം. സമയം അവസാനിച്ചിരിക്കുന്നു. ഒരൊറ്റ ചരിത്ര സംഭവം കൂടി പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അബൂലഹബിൻ്റെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ എന്ന സൂക്തം ഇറങ്ങിയ സന്ദർഭത്തിൽ ഉമ്മു ജമീല അബൂലഹബിൻ്റെ ഭാര്യയുടെ ഒരു പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ചരിത്ര സംഭവമാണ്. അതും കൂടി പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സൂക്തം ഇറങ്ങിയ സന്ദർഭത്തിൽ ദേഷ്യം പിടിച്ച അബൂലഹബിൻ്റെ ഭാര്യ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ മക്കയിലെ കഅബക്കടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ദേഷ്യം പിടിച്ച് ഒരു ചാട്ടവാറുമായിട്ട് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അപ്പോൾ മക്കക്കരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വല്ലാതെ ബേജാറായി. കാരണം തൻ്റെ അടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ഈ ഉമ്മു ജമീല വന്ന് ആക്രമിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിക്കുമോ പ്രയാസപ്പെടുത്തുമോ എന്നൊക്കെ വല്ലാതെ പ്രയാസം തോന്നി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ വളരെ കൂളായിരുന്നു. എന്നെ അവർക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന ഒരു മനോഭാവത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നത്. അങ്ങനെ ഈ ഉമ്മു ജമീൽ വന്ന് നബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എവിടെ മുഹമ്മദ് എന്ന് ചോദിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്തിരുന്നിട്ടും അവർക്കത് കാണാൻ സാധിച്ചിരുന്നില്ല. അവർ പറയുകയാണ് മുദമ്മമൻ ഖലൈന വദീനഹു അബൈന വ അംറഹു ആസിന. ഇത് സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിട്ടുള്ള പല പ്രയോഗങ്ങളും അവർ നടത്തി. ഞാനിത് പറയാൻ കാരണം മുദമ്മമൻ ഖലൈന എന്നാണ് അവർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്നാണല്ലോ, അഥവാ സ്തുതിക്കപ്പെടുന്നവൻ. മുദമ്മമ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിന്ദിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ പിന്നെ ആക്ഷേപിക്കപ്പെടുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പേരിന് മുഹമ്മദ് എന്ന പേരിന് അവർ പറഞ്ഞിരുന്നത് മുദമ്മമ് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറയുന്നുണ്ട്, അലാ തഅജബൂന കൈഫ യസ്രിഫുല്ലാഹു അന്നി ശത്മ ഖുറൈശിൻ വലഅനഹും. നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ല എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് ഖുറൈശികളുടെ ചീത്തയും അതുപോലെ തന്നെ അവരുടെ ശാപമൊക്കെ തിരിച്ചു കളഞ്ഞത്. യഷ്മിത്തൂന മുദമ്മമൻ വയൽഅനൂന മുദമ്മമൻ വഅന മുഹമ്മദുൻ. അവർ യഷ്തിമൂൻ, അവർ ആക്ഷേപിക്കുന്നത് ആരെയാണ്? മുദമ്മമിനാണ്. വഅന മുഹമ്മദുൻ, ഞാനാണെങ്കിലോ മുഹമ്മദാണ്. അപ്പോൾ അവർ കുറ്റം പറയുന്ന നേരവും മുദമ്മമ എന്നായിരുന്നു പറഞ്ഞിരുന്നത്, മുഹമ്മദ് എന്നല്ലായിരുന്നു. ഏതായാലും നമുക്ക് ഈ ഒരു ചരിത്രത്തിലേക്ക് തന്നെ വരാം. അങ്ങനെ ഉമ്മു ജമീല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്ത് വന്ന് വല്ലാതെ ശബ്ദം വെച്ച് ഇങ്ങനെ പല വാചകങ്ങളും അവർ പറഞ്ഞു. എന്നാലാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് കാണാനും സാധിക്കുന്നില്ല. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിലൊരു സൂക്തമുണ്ട്, വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ ഹിജാബൻ മസ്തൂറ. അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, വഇദാ ഖറഅതൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, നിങ്ങൾക്കും അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്കുമിടയിൽ ഒരു മറ സൃഷ്ടിക്കും. ആ ഒരു മറ പോലും അവർക്ക് കാണാൻ സാധിക്കുകയില്ല. ഹിജാബൻ മസ്തൂറ എന്നാണ് പറയുന്നത്. ശരിക്കും ഈ ഖുർആൻ പ്രയോഗത്തിൽ അവിടെ വേണ്ടിയിരുന്നത് ഹിജാബൻ സാത്തിറ എന്നാണ്.
സാത്തിറ എന്ന് പറഞ്ഞാൽ മറക്കുന്ന, ഒരു മറ ഇങ്ങനെ മറക്കുകയാണെങ്കിൽ അതിന് സാത്തിറ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഖുർആൻ പ്രയോഗിച്ചത് ഹിജാബ് മസ്തൂറ എന്നാണ്. ഒരു മസ്തൂറ എന്ന് പറഞ്ഞാൽ മറക്കപ്പെട്ട മറ, അഥവാ അവിടെ ഒരു മറ ഉണ്ട്, ആ മറ പോലും ഉണ്ടാവില്ല, കാണാൻ സാധിക്കൂല എന്ന്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഉമ്മു ജമീലിൻ്റെ തൊട്ടു മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നത് എവിടെ മുഹമ്മദ് എന്ന്. കാരണം എന്താ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഒരു ഉമ്മു ജമീലക്കും ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മറ സൃഷ്ടിച്ചിരുന്നു. ചില ഹദീസുകൾ ഒരു മലക്കിൻ്റെ ചിറക് കൊണ്ടിങ്ങനെ അത് മറച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ മറ പോലും കാണാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല, അവർക്ക് ഉമ്മു ജമീലിക്ക് സാധിച്ചിട്ടില്ല. ഇത് പറയുന്നത് നമ്മൾ വേണ്ട രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞ പോലെ വൈദാ ഖറഅതൽ ഖുർആൻ, ഖുർആനിനനുസൃതമായി നമ്മൾ ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മളെ ശിക്ഷിക്കാൻ, നമ്മൾക്ക് എതിരെ പ്രവർത്തിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കുന്നതാണ്. ആ സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ സമയം ഒരുപാട് വൈകി. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.